ജോഷിത ജോഷിതയുടെ കാര്യം നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞായിരുന്നു RCBയുടെ ഓപ്പണിംഗ് ബൗളറായിട്ട് ജോഷിത വരാൻ സാധ്യതയുണ്ടെന്നും. ഓപ്പണിംഗ് ബൗളറായില്ല, ബൗളിംഗ് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ പോലും പവർ പ്ലേ തന്നെ ജോഷിത പന്തെറിഞ്ഞു. ബൗളിംഗ് ഓപ്പൺ ചെയ്യാത്തതിന് കാരണം കിം കാർത്തിനെ പോലെ ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ, അതുപോലെ രേണുക സിംഗിനെ പോലത്തെ വേറൊരു ഇൻ്റർനാഷണൽ പ്ലെയർ, രണ്ടുപേരും ന്യൂ ബോൾ ബൗളർമാർ ടീമിലുള്ളത് കൊണ്ടാണ് ശരിക്കും ജോഷിത ബൗളിംഗ് ഓപ്പൺ ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ പോലും ജോഷിത പന്തെറിഞ്ഞു. ആദ്യത്തെ 2 ഓവർ കിടിലുമായിട്ട് എറിഞ്ഞു. അതും ആ സമയത്ത് ക്രീസിലുണ്ടായിരുന്നത് ബെദ്മൂണിയും ഹേമലതയും, രണ്ടുപേരും ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ്. ബെദ്മൂണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ പ്ലെയർ, പ്രൂവൺ പ്ലെയർ, അത്രയും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലെയർ. കഴിഞ്ഞ WPL സീസണുകളിലും അതുപോലെ കളിച്ച എല്ലാ സ്ഥലത്തും നന്നായിട്ട് ഗംഭീരമായിട്ട് കളിക്കുന്ന പ്ലെയർ. പിന്നെ ഹേമലത ഇന്ത്യൻ ഡൊമസ്റ്റിക്കിലും ഇന്ത്യൻ ഇൻ്റർനാഷണലിലും ഒക്കെ അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഈ രണ്ടുപേരെയും ക്രീസിലിങ്ങനെ റണ്ണെടുക്കാതെ നിർത്താൻ ജോഷിതയ്ക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അത് ജോഷിതയുടെ കഴിവ് തന്നെയാണ്. അവസാനം ആഷ്ലി കാർട്ടറിൻ്റെ പ്രാന്ത് കയറിയിട്ട് കുറേ അടിച്ച് അതെല്ലാവർക്കും അടി കിട്ടി. അങ്ങനെ അടിച്ചപ്പം ആ ബൗളിംഗ് ഫിഗർ ഒന്ന് ഡിസ്റപ്റ്റായി. പക്ഷേ ജോഷിത വളരെ നന്നായിട്ട് പന്തെറിഞ്ഞു എന്നുള്ളതാണ് ആ മത്സരത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു പോയിന്റ്. പിന്നെ അത് മലയാളികൾ കുറേ പേര് കളിക്കുന്നുണ്ട്. വനിതാ പ്രീമിയർ ലീഗിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പെർഫോമൻസ് ഷഫാലിയുടെ ആയിരുന്നു. ഷഫാലി വർമ്മ. ഷഫാലി നന്നായിട്ട് കുറച്ച് കളി ഫോം ഔട്ടായതിൻ്റെ പേരിൽ ടീമിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. ഏകദിനത്തിൽ നിന്നും T20 നിന്നും എല്ലാം എടുത്തു കളഞ്ഞു. അങ്ങനത്തെ ഒരാളെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ഷഫാലിനെ മാറ്റിയത്. പകരം വന്ന ആൾ പ്രതികാരാബലം നന്നായിട്ട് കളിച്ച്. പക്ഷേ 2020-ലെങ്കിലും ഷഫാലി വർമ്മ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിൽ കളിക്കേണ്ട ആളാണെന്ന് ഷഫാലി കഴിഞ്ഞ വർഷത്തിൽ തെളിയിക്കുകയും ചെയ്തു. മുംബൈക്കെതിരെ 18 പന്തിൽ 40-something എടുത്തിട്ട്. ആ കളി തന്നെ അവസാനത്തെ ഓവറിൽ കുറച്ച് അമ്പയറിംഗ് പിഴവുകളും റണ്ണൗട്ടാകുന്നതിൻ്റെ സാധനങ്ങളും എല്ലാം കൂടെ വന്ന ഒരുമാതിരി അവിയൽ പരുവത്തിലായ ഒരു കളിയായിരുന്നു അത്. ശരിക്കും മുംബൈ ഇന്ത്യൻസിന് അനുകൂലമായിട്ടാണ് ആ 3 റണ്ണൗട്ടും വരേണ്ടിയിരുന്നത്, അവസാനത്തെ ഉൾപ്പെടെ. അതായത് നിയമം എന്ന് പറഞ്ഞാൽ ഈ ബെയിൽസ് ഇപ്പോഴത്തെ സ്റ്റമ്പുകൾ എന്ന് പറഞ്ഞാൽ LED സ്റ്റമ്പുകളാണ്. അപ്പം ആ LED ലൈറ്റ് തെളിയുന്ന സമയമാണ് പരിഗണിക്കുന്നത്. അതായത് ബാറ്റർ ക്രീസിൽ ബാറ്റ് കുത്തുന്ന സമയത്ത് LED ബൾബ് തെളിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നനുസരിച്ചാണ് ബാറ്റ് ഔട്ടാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതിപ്പോൾ സ്റ്റമ്പ് 2 ബെയിലും റിമൂവ് ആവണമെന്നില്ല. പക്ഷേ തേർഡ് അമ്പയർ പറഞ്ഞത് 2 ബെയിലും റിമൂവ് ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് ആ 2 റണ്ണൗട്ടുകൾ കൊടുക്കാതിരുന്നത്. അങ്ങനെയാണ് മുംബൈ തോറ്റത്. ശരി, അതെന്തെങ്കിലും ആവട്ടെ. പറഞ്ഞു വന്ന വേറൊരു കാര്യമാണ്. ഇപ്പം ഞാൻ മിന്നുമണിക്ക് കഴിഞ്ഞ സീസൺ കളിച്ചതാണ്, സജിനെ കഴിഞ്ഞ സീസണിൽ കളിച്ചു, അതുപോലെ ആശയ്ക്ക് പരിക്കായതുകൊണ്ട് ഈ സീസണിൽ കളിക്കാൻ പറ്റിയില്ല. ഇവരെല്ലാവരും മലയാളികളെല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കളി മുംബൈക്കെതിരെ ഡൽഹി മിന്നുമണി 4 ഓവർ 23 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ, 1 വിക്കറ്റ് കണ്ട് വീഴ്ത്തുകയും ചെയ്തു. അതുപോലെ സജിന ഡൽഹിക്കെതിരെ അവസാനത്തെ ഓവർ എറിഞ്ഞത്, അവസാനത്തെ ഓവർ എറിയുക എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക്കാണ്. അപ്പോൾ അത് സ്പിന്നർ ആണെങ്കിൽ അതിനേക്കാൾ വലിയ ടാസ്ക്കാണ്. ആ ഓവർ ഒരു വിക്കറ്റ് എടുത്ത് നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ടീം തോറ്റുപോയത്. അപ്പം കേരള പ്ലെയേഴ്സ് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആശ ഉണ്ടായിരുന്നെങ്കിൽ ആശയും കിടിലുമായിട്ട് കളിച്ചില്ല. കാരണം കഴിഞ്ഞ സീസണിൽ RCBക്ക് കപ്പ് കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ആശ വഹിച്ചത്. അപ്പം ആശ ഇല്ലാത്ത വലിയൊരു നഷ്ടമാണ് RCBക്കും നമ്മൾ മലയാളികൾക്കും ഒരു നഷ്ടമാണ്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്.